അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെ എന്ന റബീഉൽ അവ്വലിന്റെ സന്ദേശമാണ് ഞങ്ങൾ വിശ്വാസികൾക്കായി എത്തിക്കുന്നത്. അല്ലമീൻ ചാനൽ ഞങ്ങളുടെ രണ്ടാമത്തെ വിഷയമാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സഫ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കരുത് എന്ന് അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിച്ചാൽ അത്തരക്കാരോട് അള്ളാഹു ഏറെ കോപിഷ്ഠനാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പണ്ഡിത സംഘടനകളും വിഭാഗീയതയും നിലനിൽക്കുന്നു, മറ്റ് മത സംഘടനകളും വിഭാഗീയതയും നിലനിൽക്കുന്നു, ആത്മീയ മേഖലകളിലും വിഭാഗീയത നിലനിൽക്കുന്നു. ഉത്തമ സമുദായമായി നമ്മെ അള്ളാഹു തിരഞ്ഞെടുത്ത സമുദായമാണ് മുസ്ലിം സമുദായം. പക്ഷെ വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിലും നമ്മുടെ രാജ്യത്തും ലോകത്തും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഒരു തട്ടകവും ഇല്ല എന്നത് പരമമായ സത്യമാണ്. ഈ ചാനലിന്റെ ദൗത്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സഫിലെ ആശയം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മളുടെ സമൂഹത്തിന്റെ അവസ്ഥയെന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പള്ളി മെമ്പറുകളിലും അതുപോലെ സമുദായ വേദികളിലെല്ലാം തന്നെ ആദർശങ്ങളൊന്നും പ്രവർത്തിക്കാത്ത ഭൗതിക പണ്ഡിതന്മാരെ കൊണ്ട് വഅദിന്റെ വേദികൾ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ചാനലുകളിലെല്ലാം തന്നെ മതപ്രഭാഷണങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയ ഈ ഭൗതിക പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഈ ചാനലിലൂടെ എത്തിക്കുന്ന സന്ദേശം പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളായ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അതുപോലെ തന്നെ ചെറുകിട കർഷകര്, ചെറുകിട കച്ചവടക്കാര്, ചെറുകിട വ്യവസായികളെ എല്ലാം ലക്ഷ്യം വെച്ചുള്ളതാണ്. ഉത്തമ സമുദായത്തിന്റെ അനുയായികൾ പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അമിതമായതെന്തും അനിസ്ലാമികമാണ്, അവഗണനയും അനിസ്ലാമികമാണെന്ന പരമമായ സത്യം നാം തിരിച്ചറിയണം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയാണ് പരിശുദ്ധ ഖുർആന്റെ ഈ സൂറത്ത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാർ ആദർശങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരം അവർ ഡിഗ്രി എടുത്ത അറിവിനനുസരിച്ച് അറിവിന്റെ തീറി മാത്രം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ നീട്ടിപ്പറച്ചിലൂടെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കയ്യിലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഭൗതിക പണ്ഡിതന്മാർ അവർ തിന്നുന്നത് നിഷിദ്ധമായ ആഹാരമാണെന്നുള്ള പരിശുദ്ധ ഖുർആന്റെ സത്യവും നാം തിരിച്ചറിയണം. നിഷിദ്ധമായ ധനം ഭക്ഷിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ധിക്കാരികളെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ആഡംബര ധൂർത്തൻ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും എത്രത്തോളം നബിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഉതകും എന്നുള്ളത് നാം ചിന്തിച്ചറിയേണ്ടതുണ്ട്. സാധാരണക്കാരായ വിശ്വാസികൾ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക ആദർശങ്ങളെ കുറിച്ചും ശരിയായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരം വളരെ കുറവായതുകൊണ്ട് ഈ നവ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന സമയങ്ങളിൽ നാം ആദർശം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം
പ്രവൃത്തിയിലൂടെ എന്ന് പറയുമ്പോൾ അത് കേവലം ആദർശം പറച്ചിലല്ല, മറ്റ് നമ്മളുടെ നിത്യജീവിതത്തിലൂടെ ആ സ്നേഹം പ്രവർത്തിക്കുകയും സഹജീവികളോടും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരോടും, നല്ല മനുഷ്യന്മാരോടും അതുപോലെ സത്യവിശ്വാസികളോടും പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കേണ്ടതാണ്. അന്നദാനം പുണ്യമാണ്. പക്ഷേ അമിതമായ ആഹാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ അമിതമായ ആഹാരം കഴിക്കുന്നത് അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് കാരണമാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദം സന്തതികളെ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതമാക്കരുത്. അമിതമായ ആഹാരം കഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന പരിശുദ്ധ ഖുർആന്റെ വചനവും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഗൗരവത്തിലെടുക്കുമ്പോൾ ഇന്ന് ആഡംബര ഭക്ഷണങ്ങൾ വിളമ്പുന്ന സദസ്സുകളും അതുപോലെ തന്നെ വിശപ്പില്ലാത്തവർക്ക് അമിതമായി ആഹാരം വിളമ്പിക്കൊടുക്കുന്ന സദസ്സുകളിലും അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാകുകയില്ല എന്ന സത്യം, ഇത് വിശുദ്ധ ഖുർആനിന്റെ സത്യമാണെന്ന് നാം തിരിച്ചറിയേണ്ട നൂറ്റാണ്ടാണ്. ഈ നവനൂറ്റാണ്ടിൽ മുസ്ലിം സമുദായം ഐക്യപ്പെട്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നാം നിത്യജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട ഭൗതിക പണ്ഡിതന്മാർ, ശരിയായി അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ കുറിച്ചല്ലാട്ടോ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഭൗതികതയ്ക്ക് വേണ്ടി, ഈ ഭൂമിയിലെ ജീവിത സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആദർശം വിറ്റ് കാശാക്കി ജീവിക്കുകയും പാവപ്പെട്ട സമുദായത്തിലെ ആളുകളെ അവഗണിക്കുകയും ചെയ്യുന്ന ഭൗതിക പണ്ഡിതന്മാരെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തുറന്ന് കാണിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. ആ ചരിത്ര ദൗത്യം ഞങ്ങൾ ഈ കൊച്ചു ചാനലിലൂടെ സഹോദരി സഹോദരന്മാർക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഭൗതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും കാടടച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നതല്ല, മറിച്ച് സത്യം മനസ്സിലാക്കി പരിശുദ്ധ ഖുർആന്റെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങുകയും പ്രവാചക സ്നേഹം പ്രവൃത്തിയിലൂടെ പണ്ഡിതന്മാർ തെളിയിക്കുകയും ചെയ്താൽ ഈ സമുദായം നന്നായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ദൂഷിച്ചാൽ ഈ സമുദായം ദൂഷിച്ചു. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ അങ്ങേയറ്റം സമുദായം ദുഷിച്ചിരിക്കുകയാണ്. വൻ പാപങ്ങളെല്ലാം വളരെ ലളിതമായി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലിശയായാലും അതുപോലെ തന്നെ അമിതമായ ആഹാരമായാലും മറ്റ് വ്യഭിചാരമായാലും ഫിത്ന പറച്ചിലായാലും അതുപോലെ തന്നെ മാതാപിതാക്കളെ ധിക്കരിക്കലായാലും ഇതെല്ലാം വൻ പാപങ്ങളാണെന്ന് വിശ്വാസികളെ നാം മദർസയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മദർസയിൽ പഠിച്ചിരിക്കുന്ന വിജ്ഞാനം അനുസരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നാം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഉത്തമ സമുദായമായി തീരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സംഘടനാ വിഭാഗീയതയില്ലാതെ പണ്ഡിത ഫിത്നകളിൽ നിന്നും ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആ തടവറയിൽ നിന്നും രക്ഷിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ ജീവിത ദൗത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലയോ റസൂലേ, താങ്കൾക്ക് ഇറക്കപ്പെട്ടതെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലാത്ത പക്ഷം താങ്കൾ ദൗത്യം നിറവേറ്റിയവരാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നും താങ്കളെ സംരക്ഷിക്കുന്നതാണെന്ന് സത്യവും പരിശുദ്ധ ഖുർആന്റെ സത്യമാണ്. അപ്പൊ ഇസ്ലാമിക ആദർശങ്ങളും മൂല്യങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അതുപോലെ രാഷ്ട്രീയ ജീവിതത്തിലും മതജീവിതത്തിലും ആത്മീയ മേഖലകളിലെല്ലാം തന്നെ മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ട് മുന്നേറി പ്രവർത്തിക്കേണ്ട സമുദായം ഇന്ന് അങ്ങേയറ്റം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം നമുക്ക് അത് തിരിച്ചറിവിന്റെ മാസമായി കാണണമെന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആഘോഷിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. പക്ഷേ സത്യം നേരെ മറിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
23 വർഷക്കാലത്തെ ജീവിത ദൗത്യം പൂർത്തീകരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് സമുദായ സ്നേഹികളായിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെയും പാവപ്പെട്ട അയൽവാസികളായ മനുഷ്യന്മാരെയും സഹായിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അത് പ്രവൃത്തിയിലൂടെ പ്രവാചക സ്നേഹം തെളിയിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഈ വാക്കുകൾ ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.